നമ്മുടെ സംസ്ഥാന ഗവർണർ ആർലേക്കർ, ഈ പേര് പോലെ തന്നെ കേട്ടോ, ആ പേര് പറയാനൊക്കെ ഒരു അല്പം പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയ പിടികിട്ടാത്ത ഒരാളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യങ്ങള് നമ്മൾ വിചാരിക്കുന്ന പോലല്ല, തകിടം മറിയും. അത് അദ്ദേഹത്തിന്റെ ഈ പേര് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. ഒരു ത്രിമൂർത്തികളുടെ കാര്യം പറയും പോലെയാണ്, സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് മൂന്നും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഞാൻ പലരിൽ നിന്നും മനസ്സിലാക്കി. പൊതുവെ സൃഷ്ടിപരമായി ക്രിയേറ്റീവായിട്ടും പിന്നെ എല്ലാവരും ഒന്ന് തട്ടി തഴുകി കൂടെ കൊണ്ടുപോകാൻ നോക്കുന്നതുമായ രീതിയുണ്ട്. പക്ഷെ ഫലിച്ചില്ലെങ്കിൽ സംഹാരവും എടുക്കും എന്നുള്ളതാണ് പലരും എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇത് ബീഹാറിലെ അനുഭവം വെച്ച് തന്നെ ഒരാൾ പറഞ്ഞു. ഞാൻ ഇദ്ദേഹം വരുന്നതിന് മുമ്പ് ഒരാളോട് ചോദിച്ചു ബീഹാറിൽ. അപ്പൊ ആർലേക്കർ അടിപൊളി എന്നാണ് എനിക്ക് അദ്ദേഹം തന്ന മെസ്സേജ്. എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ഇദ്ദേഹം ആള് ഗംഭീരനാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം മറ്റ് ഗവർണർമാരെ നിന്ന് വ്യത്യസ്തമാക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, എല്ലാം ശാന്തമായി കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും ബഹളം വയ്ക്കുകയും ഭയങ്കരമായിട്ട് എതിർക്കുകയും, ചിലപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പലരും ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ രീതികളുണ്ട്. പക്ഷെ ഇതൊന്നുമില്ല. വളരെ തന്മയത്വമായിട്ട്, അത് മുഖ്യമന്ത്രി വന്നാലും മന്ത്രിമാർ വന്നാലും എല്ലാവരെയും പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചിരുത്തി ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അപ്പൊ തന്നെ കയ്യിൽ കൊടുക്കാനുള്ള സംവിധാനം വരെ അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതെ അതെ, അങ്ങനെയാണ് ഞാൻ ചിത്രമൊക്കെ ഉടനെ VIP ആര് വന്നാലും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പൊ തന്നെ അത് ഫ്രെയിം ചെയ്ത് സമ്മാനമായിട്ട് കൊടുക്കുക. മന്ത്രിമാര് വന്നാൽ പൂച്ചെണ്ട് കൊടുക്കും, എന്തെങ്കിലും പ്രത്യേക ഗിഫ്റ്റ്, കഥകളിയും അതും ഇതൊക്കെ കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയും ഭാര്യയും വന്നപ്പോഴും ഇതുപോലെ തന്നെ അവർക്കും പ്രത്യേക ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് മാത്രമല്ല, സാധാരണയിൽ മന്ത്രിമാരൊക്കെ ഗവർണർക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഗവർണർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ, തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. ഇത് അദ്ദേഹം അതിനേക്കാൾ മനോഹരമായ ഒരു സാധനം അങ്ങോട്ട് കൊടുക്കും. ആ സ്വന്തം വീട്ടിൽ ചെന്നതല്ലേ, അവിടുന്ന് എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ പിടിമുറുക്കുന്ന ലക്ഷണം കണ്ടു എന്നുള്ളത്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഈ പോലീസുകാരെ മാറ്റിയിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ അവിടെ അദ്ദേഹം വെച്ചിരുന്ന പോലീസുകാരെ മുഴുവൻ മാറ്റിയിട്ട് സർക്കാരിന് ഇഷ്ടമുള്ള കുറെ പോലീസുകാരെ അങ്ങോട്ട് കയറ്റി. അപ്പൊ ഇത് അവിടെ ഒരു ചർച്ചയായി, ഗവർണറുടെ ഓഫീസിൽ തന്നെ ഒരു ചർച്ച ചെയ്ത് ചാരന്മാരെ പോലെ കുറച്ചുപേരെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ ആരോ ഇദ്ദേഹം വന്നപ്പോ തന്നെ ഇത് പറഞ്ഞു കൊടുത്തു. അപ്പം ADGP ലോ ആൻഡ് ഓർഡറിനെ അദ്ദേഹം ഉടൻ തന്നെ വിളിച്ച് നല്ല ഫയറിങ് കൊടുത്തു. അപ്പൊ അതിൽ തന്നെ അദ്ദേഹം രീതി മനസ്സിലാക്കി. എന്നോട് ഈ കളിയൊന്നും വേണ്ട, എനിക്കിതൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്ന ആളിനെ ഇങ്ങോട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിച്ച് സമ്മതിച്ചിട്ട് ADGP പോകേണ്ടി വന്നു. ADGP ആള് വളരെ പിന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ തന്മയത്തായിട്ട് പെരുമാറുന്നത് എനിക്ക് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. മനോജ് എബ്രഹാം ഈ വലിയ വിവാദത്തിലൊന്നും പോയി ചാടുകയില്ല, എന്നാ ഒരുവിധം എല്ലാവരുമായിട്ട് ഒത്തുപോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഉടനെ കാര്യം പിടികിട്ടി ഉള്ളതിനെ പിൻവലിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, അപ്പം തന്നെ അടുത്ത ആളിനെ അദ്ദേഹം പറഞ്ഞവരെ കൊടുത്ത് ശാന്തമാക്കി. അങ്ങനെ അദ്ദേഹത്തിന് ഈ ഭരണത്തിൽ നല്ല പക്വതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫയൽ നോക്കുന്നതാണ്. ഈ ഫയൽ നോക്കുന്നവനെ സർക്കാർ ഓഫീസിൽ പിടിക്കാൻ പറ്റില്ല. ഫയൽ നോക്കുന്ന ക്ലർക്കാണെങ്കിൽ പോലും, നല്ല നല്ല ഫയൽ നോക്കുന്ന ക്ലർക്കിനെ പോലും നമുക്ക് പിന്നെ IAS പോലും ബ്രേക്ക് ചെയ്യാൻ പാടാണ്. കാരണം ഇവൻ ഈ കഥ മുഴുവൻ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കും. ഏതെങ്കിലും ഒന്നും വന്നാൽ ഉടനെ ഒരു കുറി എഴുതി അങ്ങോട്ട് കൊടുക്കും. ഉടനെ IAS വേറെ റോഡ് ഇട്ട സാർ അത് പറ്റില്ല, ഈ ജിയോ പ്രകാരം ഇത് പറ്റില്ല. ഈ ഫയലുകൾ പഠിക്കുന്നവന് ഭയങ്കരമായ പവർ. അവനാണ് യഥാർത്ഥ ഉദ്യോഗസ്ഥൻ. സർക്കാരിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഫയലുകൾ നീങ്ങണം, ഫയലുകളിൽ കൃത്യമായ ഉത്തരവുകൾ ഇടണം. അവ്യക്തമായ ഉത്തരവുകളും അവ്യക്തമായ നിർദ്ദേശങ്ങളും പോയാൽ സർക്കാരിൽ കുഴപ്പത്തില്ല. ഇത് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം എന്നുള്ളതാണ്. രാവിലെ 10:30 മുതൽ വൈകിട്ട് 5:30, 6, ചിലപ്പോൾ 7 മണി വരെ ഓഫീസിൽ ഇരുന്ന് ഫയലുകൾ നോക്കുന്ന പറയുന്നത് അത്യാവശ്യമുണ്ട് ഈ ആർലേക്കർ. അതായത് ഇപ്പൊ ഗവർണറുടെ കയ്യിലാണല്ലോ എല്ലാ സർവകലാശാലയും. സർവകലാശാലയുടെ സർവാധിപനായിട്ട് അദ്ദേഹം മാറി. എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും അവിടെ വന്നു കഴിഞ്ഞാൽ മുഴുവൻ നോക്കി പഠിച്ചേ വിടുള്ളൂ. പിന്നെ സർവകലാശാലയ്ക്ക് അദ്ദേഹം കണ്ടിരിക്കുന്ന രീതി, അത് കുട്ടികൾ പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. അവിടെ അദ്ദേഹത്തിന് വളരെ അതിനും ഒരു കർക്കശ സ്വഭാവം അദ്ദേഹം കാണിച്ചു. നമ്മുടെ ആർഷോ, SFIയുടെ നേതാവ് ആർഷോയെ തന്നെ പിടിച്ചിങ്ങാത്തിട്ടു. മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരുന്നത്
പിള്ളേരെയൊക്കെ പിടിച്ച് പോകുന്ന വഴി കൊടി പിടിക്കുന്ന പിള്ളേരെയൊക്കെ പിടിച്ചാത്തിരും. ഈ ഈയാമ്പാറ്റകളെ പിടിച്ചിട്ടില്ല, കാര്യമില്ല. ഇത് എവിടെയാണോ പ്രഭവ കേന്ദ്രം അവിടെ പിടിക്കണം. അത് ഈ RSSകാരുടെയും പിന്നെ ഈ BJPക്കാരുടെയും പ്രത്യേകിച്ച് മോദി അമിത്ഷായുടെ ഒക്കെ ഒരു ശൈലി അതാണ്. പ്രഭവ കേന്ദ്രത്തിൽ പിടിക്കുക. ഇപ്പൊ കാശ്മീർ പ്രശ്നം നടക്കുകയാണ്, അവിടെ അടി നടക്കുന്നതും അവിടുത്തെ 4 തുഴഞ്ഞു കയറിയവനെ മാത്രം പിടിച്ചാൽ പോരാ, ഇതിന്റെ തല എവിടെ ഇരിക്കും നോക്കി അവിടെയും കൂടെ ഒരു പിടി. ഈ പോപ്പുലർ ഫ്രണ്ടിലെ ഉന്നത നേതാക്കന്മാരെയാണ് ആദ്യം പൊക്കിയത്. അത് അവരുടെ ഏത് ഓപ്പറേഷൻ അങ്ങനെയാണ്. ഇപ്പൊ ഡൽഹി ഇലക്ഷനിൽ അവർക്ക് മനസ്സിലായി കെജ്രിവാളിന്റെ ആ ഒരു പ്രഭാവം നിർത്തിയില്ലെങ്കിൽ ഇത് നിൽക്കില്ല. അത് ഒരു കഴിഞ്ഞ 2 വർഷം കൊണ്ട് കെജ്രിവാളിനെ കൂട്ടുന്ന വിധത്തിൽ അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങി, പ്രതിപക്ഷം പറയാൻ തുടങ്ങി, രാഹുൽ ഗാന്ധി തന്നെ പറയാൻ തുടങ്ങി. ഇങ്ങനെ എവിടെ പിടിക്കണം, ഏത് പ്രഭവ കേന്ദ്രത്തിൽ എങ്ങനെ പിടിക്കണമെന്ന് നല്ല വശമുണ്ട് ഇവർക്കൊക്കെ. അദ്ദേഹം ആദ്യം ചെയ്തെന്തായി, അർലേക്കർ ചെയ്തത് ആദ്യം തന്നെ ഈ SFIയുടെ ടോപ്പ് നേതാവിനെ പിടിച്ചകത്തിട്ടു. അപ്പൊ കുഞ്ഞാടുകൾക്കും കൊച്ചു നേതാക്കൾക്കും എല്ലാം മനസ്സിലാവും അദ്ദേഹത്തിനെ പിടിച്ചകത്തിടാമെങ്കിൽ നമ്മളെ പിന്നെ മിച്ചം വെച്ചേക്കും. ഇപ്പൊ ഒരു സമാധാന അന്തരീക്ഷം സർവകലാശാലയിൽ ഉണ്ടാക്കണം എന്ന് അദ്ദേഹം വളരെ കർക്കശമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പഠിക്കാനുള്ളതായിരിക്കണം സർവകലാശാല, പേക്കൂത്ത് കാണിക്കാനും ഗുസ്തി പിടിക്കാനും ഉള്ളതല്ല. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേരെല്ലാം പഠിക്കാനല്ല വരുന്നത്, ഇംഗ്ലാ വിളിക്കാനാണ് വരുന്നത്. പ്രത്യേകിച്ച് SFI അല്ലേ ഇപ്പൊ പലയിടത്തും ഉള്ളൂ. KSU ഒക്കെ ഇപ്പൊ വളർന്നു വരുന്നേ ഉള്ളൂ, പഴയ രീതിയിൽ നിന്ന് ഇപ്പൊ ഒന്ന് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ പിള്ളേരിങ്ങനെയാണ്, അധ്യാപകർ ഇതിനേക്കാൾ പഴയാണെന്നൊക്കെ അദ്ദേഹത്തിന് ആൾ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇവര് ഇതിനേക്കാൾ വലിയ യൂണിയൻ നേതാക്കളാണ്. ഈ പിള്ളേരെക്കാൾ വലിയ യൂണിയൻകാരാണ് അധ്യാപകർ. ഇതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് കുട്ടികൾ പഠിക്കാനിരിക്കണം, അധ്യാപകർ പഠിപ്പിക്കാൻ തയ്യാറാവണം എന്നുള്ള ലൈൻ അദ്ദേഹം വളരെ ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ മുന്നൊരുക്കങ്ങൾ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോട് പോരിന് പോകണ്ട എന്നുള്ളൊരു നയവും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളിടത്ത് ഒരു ഇടപെടും. ആ ഇടപെടൽ ഞാൻ പറഞ്ഞില്ലേ, അറ്റ് സോഴ്സിലായിരിക്കും. അത് എവിടെയാണോ അത് ജന്മം എടുത്തത് അങ്ങനെ പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതെല്ലാം, സർക്കാരിനോട് ചെയ്തതെല്ലാം അനാവശ്യമായിട്ടാണോ കാണുന്നത്? അനാവശ്യമായിട്ടില്ല, പക്ഷെ രണ്ടിന്റെ 2 ശൈലിയാണ്. ഒന്ന് തട്ടി കയറി അടി കൊടുക്കും, ഇത് അങ്ങനെയല്ല. ഇത് അതിന്റെ പാകതയും പക്വതയൊക്കെ എവിടം വരെയാണ് പോകുന്നത് നോക്കിയിട്ട് ആ മർമ്മത്തൊരടിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ബീഹാർ പോലൊരു സംസ്ഥാനത്ത് ഗവർണറായിട്ടിരുന്ന ആളല്ലേ? ബീഹാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചട്ടമ്പികളുടെ നാടാണ്. ചട്ടമ്പികളെ ഉള്ളൂ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വെടിവെക്കാനും കുത്താനും ഒക്കെ നടക്കുന്നവര് മാത്രമേ ഉള്ളൂ ചട്ടമ്പികളായി. ഇവിടെ നമ്മുടെ അവിടെ ഭരിക്കുന്നവരല്ല ചട്ടമ്പികൾ. ഈ ക്രിമിനലുകളാണ് അധികവും ചട്ടമ്പികളായിട്ട് നടക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസം, നമ്മൾ ഭരിക്കുന്നവരും ചട്ടമ്പികളാണ്. ആ ഒരു വ്യത്യാസം പലപ്പോഴും പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ഗവർണറുടെ അടുത്തും അദ്ദേഹം എന്തായാലും ഒരു ബ്രീഫിംഗ് നടത്തുമല്ലോ പോകുന്നതിന് മുമ്പ്, കൈമാറുന്നതിന് മുമ്പ് ആ ബ്രീഫിംഗിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളും അതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഇതൊന്നും അദ്ദേഹം ഭാവിക്കാറുമില്ല. റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കൂടെ അദ്ദേഹം പിന്നെ ഓഫ് ഹാൻഡ് ആയിട്ടാണ് പ്രസംഗിച്ചത്. എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഉണ്ടെങ്കിൽ അദ്ദേഹം അല്ലാതെ തന്നെ പ്രസംഗിച്ചു. അപ്പൊ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും ഒക്കെ ഒന്ന് പൊക്കുകയും വിട്ടിട്ടുണ്ട്. അപ്പൊ സന്ദേശം ഇതാണ്, ഞാൻ നിങ്ങളെ ആരും ഉദ്ധരിക്കാനൊന്നും വരുന്നില്ല, പക്ഷെ നമ്മൾ നേരെ പോകണം. വേറെ ദിവസം ഉണ്ടായി, മുഖ്യമന്ത്രി വന്നപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞേ, ഇവിടെ ഇഷ്ടംപോലെ കൊള്ളാമല്ലോ, ഇവിടെ നല്ല സ്ഥലമാണല്ലോ, ഈ ഗാർഡനൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ ഇവിടെ നല്ല ഇഷ്ടം പോലെ സൗകര്യമുള്ളത്, നമുക്ക് രണ്ടും കൂടെ ഇവിടെ നടക്കാം എന്ന് പറഞ്ഞു. അതൊരു വലിയ മെസ്സേജാ. എന്നറിയാമോ, അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ ഗവേണിങ്ങിന്റെ ഹെഡും ഡെമോക്രസിയുടെ ഹെഡും, മുഖ്യമന്ത്രി ഡെമോക്രസിയുടെ ഹെഡാണല്ലോ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സംവിധാനത്തിന്റെ ഹെഡാണ് മുഖ്യമന്ത്രി. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവേണിങ്ങിന്റെ ഹെഡാണ് ഗവർണർ. നമ്മൾ രണ്ടുപേരും ദിവസവും രാവിലെ 10 മിനിറ്റ് നടന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ പോയാൽ ഈ നാട് ഭംഗിയായി പോകുന്നുള്ളത് ഇൻഡയറക്ട് മെസ്സേജും കൂടെയാണ്. അത് മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. പലതും പറയുന്നതിനകത്ത് വേറൊരു അർത്ഥവും കൂടെ കാണാൻ മിടുക്കനാണ്. അത് പലരും ശ്രദ്ധിച്ചു കാണില്ല. പ്രഭാത സവാരിയിൽ ആ സവാരി ഗിരിഗിരിക്കിടയ്ക്ക് നമുക്ക് പല കാര്യങ്ങളും ഡെയിലി മുഖ്യമന്ത്രിയും ഗവർണറും കൂടെ 5 മിനിറ്റ് സംസാരിച്ചാൽ തീർന്നില്ലേ? അപ്പൊ ഈ പറയുന്ന വാക്കുകളിലെല്ലാം വായിച്ചെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. വായിച്ചെടുക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. എഴുതുന്നതിൽ, ഒപ്പിടുന്നതിൽ ഒക്കെ അതുണ്ട്.
ഫയലുകൾ ചുമ്മാ കൊണ്ട് ഈ സാധാരണയിൽ ഗവർണർമാർക്ക് ഒരു നോട്ടൊക്കെ കൊടുക്കുന്നത്, അത് ഒന്നുകിൽ ഒപ്പിടും അല്ലെങ്കിൽ PSന്റെ ചോദിക്കുക എന്താണെന്ന് ചോദിച്ചിട്ട് അവിടെ ഒപ്പിട്ടും കളയും. ഇത് അദ്ദേഹം ഫയലുകൾ വാങ്ങിച്ച് പഠിക്കുകയാണ്. ഈ ഫയലിന് ഇതിന്റെ ബാക്ക് ഫയൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചിലപ്പോൾ തരാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ സപ്ലിമെന്റ് വേറെ നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ജിയോകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കാൻ പറയുകയാണ്. അപ്പൊ ഗവർണറുടെ ഓഫീസിനും നല്ല ജോലിയാണ്, സെക്രട്ടേറിയറ്റിലും നല്ല ജോലിയാണ്. അവർക്കൊക്കെ ഇതെല്ലാം പലപ്പോഴും ഗവർണർക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത വരികയാണ്. എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ നിയമനം സംബന്ധിച്ച ഫയൽ എല്ലാം കൂലങ്കഷമായിട്ട് പഠിച്ച കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പോ നമ്മുടെ കാരണവധത്തിന്റെ ഷെറീന്റെ തടവ് ഇളവ് ചെയ്യുന്ന കാര്യം അതവിടെ വെച്ചിരിക്കുക. ഇനി അത് പഠിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ ഒരു സൂചനയാണ്. ചുമ്മാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചൂടപ്പം പോലെ ഒപ്പിട്ട് തരില്ല. അതെല്ലാം വേണ്ട രീതിയിൽ നോക്കി ശരിയായ രീതിയിൽ മാത്രമേ ഞാൻ കൈകാര്യം ചെയ്യുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹം ഭംഗിയായിട്ട് കൊടുക്കുകയാണ്. അതുപോലെ അദ്ദേഹം സെനറ്റ് യൂണിവേഴ്സിറ്റികളുടെ അടുത്ത് പറഞ്ഞു, സെനറ്റ് എല്ലാ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലും സെനറ്റ് കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും. പറ്റുന്ന സെനറ്റിനെല്ലാം ഞാനും വരും. അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ എനിക്ക് 20 സെനറ്റ് ഉണ്ട്, 20 സർവകലാശാലകൾ ഉണ്ടായിരുന്നു. 20ന്റെ മീറ്റിംഗിന് ഞാൻ പോകും. ഇവിടെ അദ്ദേഹം കഴിഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ, ഇവിടെ പിന്നെ നമ്മുടെ ഗാന്ധി സർവകലാശാലയും പിന്നെ ട്രിവാൻഡ്രം സർവകലാശാല, കേരള സർവകലാശാലയിലൊക്കെ അദ്ദേഹം പോയി യോഗങ്ങൾ കൂടി. ആ യോഗങ്ങളിൽ പങ്കെടുത്ത് വളരെ ഫ്രൂട്ട്ഫുൾ ആയ കാര്യങ്ങൾ അവിടെ നടത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം, അതെല്ലാം ചട്ടപ്പടി പോകണം. അതിന് ഫയലുകൾ നന്നായിട്ട് ഞാൻ പഠിച്ച് അതിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നിങ്ങനെയൊക്കെയുള്ള ചില നിഷ്കർഷകൾ അദ്ദേഹത്തിന് ഉണ്ട്. അത് കേരള അഡ്മിനിസ്ട്രേഷനും കേരളത്തിന്റെ മന്ത്രിസഭയ്ക്കും ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം അനാവശ്യമായിട്ട് ഒരു മന്ത്രിയെ എതിർക്കുന്നില്ല, അനാവശ്യമായിട്ട് ഒരു നിയമങ്ങളെയും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ പൊതുവിൽ നല്ലൊരു അന്തരീക്ഷത്തിനുള്ള ചാൻസ് ഉണ്ട്, സംഘർഷത്തിന് പോകാതിരുന്നാൽ എന്നൊരു മെസ്സേജും കൂടെ ഇതിൽ നിന്നുണ്ട്. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.